പടി കയറിയുമില്ല. ഇവിടെ 2 പടി അത് കയറിയ ഫൈനൽ ഇയറായി. അപ്പോഴവർക്ക് ഈ അസുഖം വന്നത് നേരത്തെ ഉണ്ട്. ഒരുപാട് വേദനയൊക്കെ പറഞ്ഞിട്ട് പോയത് താൽക്കാലികമായി എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ഡോക്ടറൊക്കെ കണ്ട് ഒക്കെ ചെയ്ത് വിടും. ഞാനും അതോടൊപ്പം ഉണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീമാണ് ഈ വീടിൻ്റെ പണി പൂർത്തീകരിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. നാഷണൽ സർവീസ് സ്കീം കുട്ടികൾ സമാഹരിക്കുന്ന തുകയോടൊപ്പം ഈ പ്രദേശത്തെ നമ്മുടെ കോട്ടയം ജില്ലയിലെ സുമനസ്സുകളായ മനുഷ്യരും സഹകരിക്കും എന്ന് ഞാൻ കരുതാണ്. 12,80,000 ഇപ്പോൾ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ആ തുക സമാഹരിച്ച് പ്രയാസം കൂടാതെ വീട് പണി ഏറ്റവും പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതിന് ഏവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. മകൾ നഷ്ടപ്പെട്ടു പോയ ഈ അമ്മയ്ക്ക് നമ്മളെല്ലാവരും ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഒരുപാട് പ്രതിസന്ധികൾ മനുഷ്യരുടെ നന്മയെ ചേർത്ത് വെച്ച് അതിജീവിച്ചവരാണ് നമ്മൾ കേരളത്തിലുള്ളവർ. ഈ ഘട്ടത്തിലും ഈ അമ്മയോടൊപ്പം വിഷ്ണുവിൻ ചേട്ടൻ്റെ കൂടെ കുട്ടികളുടെ കൂടെ നമ്മളെല്ലാവരും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അത് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കരാർ തയ്യാറാക്കിയിട്ടുണ്ട്. അത് കൈമാറാണ്. കരാറുകാരൻ അജി എന്ന ഈ കോൺട്രാക്ടറാണ് അതിൻ്റെ പണി നടത്തുന്നത്. 12,80,000 തയ്യാറാക്കിയ എസ്റ്റിമേറ്റാണ്. ഈ വീട്ടിലേക്ക് കുറച്ച് സ്റ്റെപ്സ് ഇറങ്ങി വരേണ്ടതുണ്ട്. നേരെ വരാനുള്ള വഴിയില്ല. അതുകൊണ്ട് തന്നെ നിർമ്മാണത്തിന് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. പക്ഷെ നമ്മളത് സമയബന്ധിതമായി പൂർത്തീകരിക്കും എന്നാണ് പറയാനുള്ളത്. 50 ദിവസം വേണം. 50 ദിവസം. കുറച്ച്